ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏകോപനത്തിൻ്റെ പോരായ്മ വലിയ നിലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ ഇവിടെ ക്യാമ്പ് ചെയ്തതിന് നേതൃത്വം കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രി 10 ദിവസമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വകുപ്പ് മന്ത്രി ഈ 10 ദിവസത്തിനിടയിൽ റെഡിമെയ്ഡ് ഷോപ്പും മറ്റും ഉദ്ഘാടനം ചെയ്ത് നടക്കുകയാണ്. ഇതല്ലല്ലോ ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇങ്ങനെയൊരു സംഭവം നടന്നാൽ ഈ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്ത് ഇതിന് ഏകോപനമുണ്ടാക്കി തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ തന്നെ ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. ഗൗരവമായ അനാസ്ഥയും നിരുത്തരവാദിത്ത സമീപനവുമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല, പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റ് മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവന, അപക്വമായി നടത്തുന്ന അത്തരം പ്രസ്താവനകൾ ദയവ് ചെയ്ത് ഈ ഘട്ടത്തിൽ മന്ത്രിമാർ നടത്താതിരിക്കണം. കടലിൽ ആളെ കാണാതായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയും കിട്ടാനെന്നൊക്കെ ഒരു മന്ത്രി പറയുകയാണെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അഹങ്കാരത്തിന് കണ്ണും കയ്യും കാലും വെച്ചതിന് സമാനമായ നിലയാണ് മന്ത്രിമാരുടെ ഭാഗത്തുള്ളത്. ഇവിടെ ഇപ്പോൾ വന്നപ്പോഴും മത്സ്യത്തൊഴിലാളികളെ ആകെ അപമാനിക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലെ പ്രയാസം പൊതുവെ സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ബേപ്പൂർ നിയോജക മണ്ഡലമാണ്. അതിൽ വലിയൊരു ശതമാനവും തീരദേശമാണ്. തീരദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മത്സ്യത്തൊഴിലാളികൾ പൊതുവെ കേരളത്തിൻ്റെ സൈന്യമായിട്ടാണ് നമ്മളൊക്കെ അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നത്. പ്രളയം എന്ന ഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ അവർ എല്ലാ നിലയിലും നമുക്കൊപ്പം നിൽക്കുന്നവരാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് വരാൻ ശ്രദ്ധിച്ചു വേണം തയ്യാറാവേണ്ടത് തോന്നുന്ന നിലയിലേക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ പ്രസ്താവന ഇറക്കുകയാണ്. അത് ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായി മത്സ്യത്തൊഴിലാളികളോട് മാപ്പ് പറയണം. താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മുഖ്യമന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരു ദുരന്തമായി മാറരുത്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവർക്ക് ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കേണ്ട സമയമാണ്. ഈ നിമിഷമായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഒരു ജനതയെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ കമ്മ്യൂണിറ്റി സെർച്ചിങ്ങിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. ഇവിടെ കാണാതായവർക്കൊപ്പം ബോട്ടിലുണ്ടായിരുന്നവരെ കൂട്ടിക്കൊണ്ടുള്ള സെർച്ചിങ്ങിന് തയ്യാറായിട്ടില്ല. ഇതൊക്കെ എല്ലാ സമയത്തും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് കാണണം. ഏകോപനത്തിൻ്റെ പോരായ്മയാണ് നേവി ഉൾപ്പെടെ വരുന്നതിന് സമയമെടുത്തിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഏകോപനത്തിൻ്റെ പോരായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. മന്ത്രിമാർ കുടുംബത്തിനും മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന ഉറപ്പ് ലംഘിക്കപ്പെടുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അസംബന്ധ പ്രസ്താവനകൾ ഒഴിവാക്കി ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടപെടണം. മുഖ്യമന്ത്രിയും മന്ത്രിയും ഒരു ദുരന്തമായി മാറാതെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. ഇപ്പോൾ മുതലപ്പുഴി 5 തെങ്ങ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഭാഗത്ത് തിരച്ചിൽ ഇതുവരെയും ആരംഭിച്ചതായി വ്യക്തമില്ല. കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും നൽകിയിട്ടില്ല. ഇന്നലെ അവസാനം വൈകിട്ട് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തത്. അതെ, അതിപ്പോൾ അവർ സംസാരിച്ചിരുന്നു. അവർക്ക് നേരത്തെ മന്ത്രി ഉൾപ്പെടെ നൽകിയ ഉറപ്പാണ്. മന്ത്രി ഉൾപ്പെടെ ഉറപ്പ് നൽകി തെരച്ചിലിൻ്റെ അപ്ഡേഷൻ പോലെ തന്നെ എവിടെയൊക്കെ തിരയണമെന്ന് അവരഭിപ്രായം പറഞ്ഞിരുന്നു. അതെ, അവരഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ വകുപ്പ് മന്ത്രി അത് അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒന്ന് പറയുന്ന വാക്ക് അത് പാലിക്കാൻ ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇത്തരം ഘട്ടങ്ങളിലെങ്കിലും ശ്രദ്ധിക്കണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് പോകുന്നതിന് പകരം
ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും ഇടപെടേണ്ടതെന്ന് തിരിച്ചറിയണം. ഫിഷറീസ് വകുപ്പ് മന്ത്രി 10 ദിവസമായിട്ട് ഇങ്ങനെയൊരു സംഭവം നടന്ന സ്ഥലത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കേൾക്കാം, അവിടെയൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. എന്നാൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തുമാകാം എന്ന തോന്നലിലേക്ക് പോവുകയാണ്. ഈ 10 ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി പങ്കെടുത്ത പരിപാടികൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. ആ പരിപാടികൾ നിങ്ങൾ അന്വേഷിച്ചാൽ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഏറ്റവും ആദ്യം ഓടിയെത്തേണ്ട ആളാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി. ആ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി ഈ 10 ദിവസം തിരുവനന്തപുരത്തുണ്ട്. ഇവിടെ വരാമായിരുന്നു, ക്യാമ്പ് ചെയ്യാമായിരുന്നു, ഇതിൻ്റെ ക്യാമ്പിങ്ങിന് നേതൃത്വം കൊടുക്കാൻ മന്ത്രിമാരെ നിശ്ചയിക്കാമായിരുന്നു. ഇത് ചെയ്തിട്ടില്ല. വളരെ ഗൗരവമായ അനാസ്ഥയാണ്. അതോടൊപ്പമാണ് ഇത്തരം പ്രസ്താവനകൾ. അപ്പോൾ പ്രസ്താവനകൾ നടത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിയും ഈ കമ്മ്യൂണിറ്റിയോട് മാപ്പ് പറയണം, കേരള ജനതയോട് മാപ്പ് പറയണം. 10 ദിവസമായി തെരച്ചിൽ തുടരുന്നു. LDF സ്ഥാനത്ത് 148ഓളം ആളുകളെ കാണാതായിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ദീർഘമായിട്ടുള്ള തെരച്ചിൽ നടന്നിട്ടില്ല എന്നാണ് CM പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അല്ല, അന്നൊക്കെ നമുക്കറിയാം ഇങ്ങനെ മന്ത്രി വരാത്തൊരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, ഏകോപനമില്ലാത്ത പ്രശ്നം എവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കുടുംബങ്ങൾ തന്നെ തെരുവിലിറങ്ങി മഴ കൊണ്ട് വീട്ടിലൊരാളെ നഷ്ടപ്പെട്ട കുടുംബം, കാണാതായ ഇടങ്ങളിലെ കുടുംബം മഴയത്തിറങ്ങി പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ ഇടപെട്ടിട്ടില്ല ഗവൺമെൻറ്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇടപെട്ടു. ഇവിടെ ഇപ്പോൾ എന്താണ് സ്ഥിതി? അവസാനം കാണാതായ ആളുകളുടെ കുടുംബത്തിലുള്ളവർ തെരുവിലിറങ്ങുകയാണ്, അവിടേക്ക് എത്തി. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവം. LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞ ഹാർബറിന് വേണ്ടിയിട്ട് മേടിച്ച് നൽകിയ ഈ മറൈൻ ആംബുലൻസ് ബോട്ട് പ്രതീക്ഷയടക്കം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ഈ സർക്കാരിന്റെ കാലത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, മത്സ്യത്തൊഴിലാളി സംഘടന അടക്കം. പക്ഷേ വകുപ്പ് മന്ത്രി 3 മാസമായി ഇതുവരെ ആവശ്യത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ അപകടം നടന്ന പിറ്റേ ദിവസം ആണ് അതിന് ഇന്ധനം തന്നെ നടക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ധനസഹായവും സൗജന്യ റേഷനും നൽകാറുണ്ട്. അതൊരു ഔദാര്യമായിട്ടല്ല, അവരുടെ അവകാശമായിട്ടാണ് നൽകാറ്. അത് മുടങ്ങിയൊരു കാലമായത്. അത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട മന്ത്രിക്കും ഗവൺമെൻറ്റിനും. അപ്പോൾ മത്സ്യത്തൊഴിലാളികളോട് എടുക്കുന്ന സമീപനം എന്താ? അപ്പോൾ മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും അധികം ക്യാമ്പയിൻ പോയ സ്ഥലം തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിലാണ് ഈ ഗവൺമെൻറ്റിന് UDFന് ഒരുപാട് MLAമാരെ സംഭാവന നൽകി. ആ തീരദേശ മേഖലയിലെ ജനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് തന്നെ തെറ്റേറ്റു പറയാനും അടിയന്തരമായ വിഷയത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് ഇടപെടാനാണ് തയ്യാറാവേണ്ടത്. അതിന് ഇനിയുള്ള സമയം പെട്ടെന്ന് ഇടപെടണം. 10 ദിവസമായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ 10 ദിവസത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ പരിപാടികൾ ഇങ്ങോട്ട് പരിശോധിച്ചു. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉദ്ഘാടനം പോലുള്ള പരിപാടികൾക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണോ ഉത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം ഇതാണ് ഉത്തരവാദിത്വം. പരക്കെയുള്ള ആക്ഷേപം ഈ മന്ത്രി MLA ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതായത് മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 3 മാസമായിട്ട് നിലവിൽ നടക്കുന്നത്. കാരണം മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും തലസ്ഥാനത്ത് പോലും എത്തുന്നില്ല. പ്രത്യേകിച്ച് ക്യാബിനറ്റ് യോഗങ്ങളിൽ മാത്രം പങ്കെടുത്ത് മടങ്ങുന്ന ഒരു പ്രവണത. അല്ല, ഞാൻ വ്യക്തിപരമായിട്ടൊരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്ഷേപിക്കാനില്ല, ആ ശൈലിയോട് യോജിപ്പില്ല. എന്നാൽ ഇങ്ങനെയല്ല ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടത്. മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണ്ടേ, ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കണ്ടേ? കേരളത്തിൽ ഇങ്ങനെ എത്ര ഘട്ടങ്ങൾ വന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിനകത്തും കേരളത്തിൻ്റെ പുറത്തും മലയാളിയുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി മന്ത്രിമാർ പോയിട്ടില്ലേ? ഇപ്പോൾ ഷിലൂർ നിങ്ങൾക്ക് ഉദാഹരണമില്ലേ? അർജുനെ കാണാണ്ടായെന്ന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ട് എത്ര ദിവസം ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഞാനൊക്കെ അവിടെ ഷിലൂർ കർണാടകയിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ മറ്റ് മന്ത്രിമാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയനാട് ദുരന്തത്തിന് സമയത്ത് കണ്ടിട്ടില്ല നിങ്ങൾ? ദുരന്തഘട്ടങ്ങളിൽ അങ്ങനെയാണല്ലോ. അവിടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് മന്ത്രിമാർ പ്രധാനമായും ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് വേണ്ടത്. ഇതുപോലൊരു സ്ഥലത്ത് വകുപ്പ് മന്ത്രി വന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ രോഷമാണ് ആളുകൾക്കിടയിൽ. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ആളുകൾ പറയുന്നത് വലിയ രോഷത്തോടുകൂടി സംസാരിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും രോഷത്തിലാണ്. കാരണം 10 ദിവസമായിട്ടൊരു മന്ത്രി വന്നില്ലെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഈ അടിയൊഴുക്ക് ഏറ്റവും കൂടുതലുള്ള രാമേശ്വരം ഭാഗമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് തെരച്ചിലിനായിട്ട്. പക്ഷേ അത് 9 ദിവസമായിട്ടും വകുപ്പ് മന്ത്രി അറിയുന്നില്ല. ഏറ്റവും കൂടുതൽ ഇന്നലെ വിളിച്ചാണ് ഇവരോട് ചോദിക്കുന്നത്. ഇത് ആദ്യ ദിവസം തന്നെ തിരയേണ്ട സ്ഥലങ്ങളാണ്. ആദ്യ ദിവസം തന്നെ മനസ്സിലാക്കി തിരയേണ്ട സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ ആദ്യ ദിവസം തെരച്ചിൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, 9 ദിവസം കഴിഞ്ഞ്
ഫോൺ ചെയ്യണം, എന്നിട്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇടപെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ അനാസ്ഥ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, വലിയ അനാസ്ഥ ഈ സംഭവത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഏതൊക്കെ നിലയിലുള്ള തെരച്ചിലുകൾ നടത്താൻ പറ്റും. ഇപ്പോൾ ഹെലികോപ്റ്റർ വ്യക്തിപരമായ ആവശ്യത്തിന് മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്നുള്ള ചർച്ച ചെയ്യപ്പെടില്ല. ഞാൻ അതിൻ്റെ മറ്റു വശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ അല്ലേ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്തേ ഇത്തരം തെരച്ചിലുകളിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി പറ്റിയില്ല? വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ വരെ ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റിയില്ല? നേവിയെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് വൈകി? വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല?